പ്രിയമുള്ളവരെ, ഇന്നലെ നമ്മൾ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളും അതോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനവും സംയുക്തമായി ആഘോഷിക്കുകയായിരുന്നു. ഇന്നാണ് നമ്മുടെ ഇടവക തലത്തിലുള്ള ആഘോഷം നമ്മളിന്ന് കൊണ്ടാടുന്നത്. പരിശുദ്ധ കന്യകാമറിയം ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് ആമേൻ പറഞ്ഞപ്പോൾ അവിടെ സ്വാതന്ത്ര്യം ഉടലെടുക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ നിയന്ത്രണങ്ങളുടെയും അതോടൊപ്പം തന്നെ നിഷ്കർഷകളുടെയും ഒക്കെ ജീവിതത്തിലൂടെ തന്നെയാണ് പരിശുദ്ധ കന്യകാമറിയം പോയതെങ്കിലും അവരുടെ മനസ്സ് ആനന്ദത്താൽ നിറഞ്ഞ് മനോഹരമായ ഒരു സ്തോത്രഗീതങ്ങളോട് ആലപിക്കുന്നുണ്ട്. ആനന്ദത്തിൻ്റെ ഒരു ജീവിതം പരിശുദ്ധ കന്യകാമറിയം അനുഭവിച്ചതുകൊണ്ട് തന്നെയായിരിക്കണം സ്വർഗാരോപണ തിരുനാളും സ്വാതന്ത്ര്യദിനവും ഒരുമിച്ച് നമ്മുടെ പാരമ്പര്യത്തിൽ അനുഷ്ഠിച്ചു പോരുക. ദൈവത്തിൻ്റെ സമൃദ്ധമായ അനുഗ്രഹം നമുക്ക് ആത്മാർത്ഥമായി യാചിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ദൈവമക്കളാകാനുള്ള സ്വാതന്ത്ര്യത്തോടുകൂടി ദൈവത്തോട് ആത്മാർത്ഥമായി അപേക്ഷിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിപൂർവ്വം നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ പങ്കുകാരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയൊടി ബലിയർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.
അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധ കന്യകാമറിയത്തെ ആത്മശരീരങ്ങളോടെ അങ്ങ് സ്വർഗീയ മഹിമയിലേക്ക് ഉയർത്തുകയും നിത്യകിരീടമണിയിക്കുകയും ചെയ്തുവല്ലോ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന് കൈവന്ന ഈ മഹാഭാഗ്യത്തെ പ്രതി ഞങ്ങൾ കൃതജ്ഞതാപൂർവം അങ്ങയെ സ്തുതിക്കുന്നു. ദൈവജന്യയുടെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ രക്ഷാകരമായ ഈ ദിവ്യരഹസ്യങ്ങൾ അങ്ങേക്ക് പ്രീതികരമായ രീതിയിൽ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായി ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കീർത്തനത്തിനും അർഹനായ ദൈവമേ, ഉചിതമാണ് മധുരമാം ദിവ്യനാമ കീർത്തനം. മഹിതമാകുമോറസ് പണിയുമങ്ങ് പാലകൻ, ഒരു ഗണത്തിലാക്കുമി ചിതറിടും ജനങ്ങളെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കും. ഈശോ
സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ നീക്കം. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, 7-ാം മാസം 15-ാം ദിവസം മുതൽ 7 ദിവസത്തേക്ക് കർത്താവിൻ്റെ കൂടാരത്തിരുന്നാളാണ്. ആദ്യ ദിവസം ഒരു വിശുദ്ധ സമ്മേളനം കൂടണം. അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത്. 7 ദിവസവും നിങ്ങൾ കർത്താവിന് ദഹനബലി അർപ്പിക്കണം. 8-ാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം. കർത്താവിന് ദഹനബലിയും അർപ്പിക്കണം. ഇത് ആഘോഷത്തോടു കൂടിയ സമ്മേളനമാണ്. അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത്. കർത്താവിന് ദഹനബലിയും ധാന്യബലിയും പാനീയബലിയും മറ്റു ബലികളും അർപ്പിക്കേണ്ടതും വിശുദ്ധ സമ്മേളനമായി നിങ്ങൾ പ്രഖ്യാപിക്കേണ്ടതുമായ കർത്താവിൻ്റെ നിർദ്ദിഷ്ട തിരുനാളുകളാണ് ഇവ. കർത്താവിൻ്റെ സാപത്തിനും കർത്താവിന് നൽകുന്ന വഴിപാടുകൾക്കും കാഴ്ചകൾക്കും സ്വാഭീഷ്ട ബലികൾക്കും പുറമെയാണ് ഇവ. 7-ാം മാസം 15-ാം ദിവസം വയലിലെ വിളവ് ശേഖരിച്ചതിന് ശേഷം 7 ദിവസം നിങ്ങൾ കർത്താവിന് ഒരു തിരുനാൾ ആചരിക്കണം. ആദ്യ ദിവസവും 8-ാം ദിവസവും സാപത്തായിരിക്കണം. 1-ാം ദിവസം ഭംഗിയുള്ള പഴങ്ങളും ഈന്തപ്പനയോടെയും ഇലതൂർന്ന ചില്ലകളും ആട്ടകളി കൊമ്പുകളും എടുക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ 7 ദിവസം സന്തോഷിച്ച് ആഹ്ലാദിക്കണം. വർഷം തോറും 7 ദിവസം കർത്താവിൻ്റെ തിരുനാളായി ആഘോഷിക്കണം. നിങ്ങളുടെ സന്തതികൾക്കുള്ള ശാശ്വത നിയമമാണിത്. 7-ാം മാസത്തിൽ ഈ തിരുനാൾ നിങ്ങൾ ആഘോഷിക്കണം. 7 ദിവസത്തേക്ക് നിങ്ങൾ കൂടാരങ്ങളിൽ വസിക്കണം. ഈജിപ്ത് ദേശത്തു നിന്നും ഞാൻ ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നപ്പോൾ അവർ കൂടാരങ്ങളിലാണ് വസിച്ചത് എന്ന് നിങ്ങളുടെ സന്തതി പരമ്പരറിയാൻ ഇസ്രായേൽക്കാരെല്ലാവരും കൂടാരങ്ങളിൽ വസിക്കണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ഇപ്രകാരം മോശ ഇസ്രായേൽ ജനത്തോട് കർത്താവിൻ്റെ നിർദ്ദിഷ്ട തിരുനാളുകൾ പ്രഖ്യാപിച്ചു. ദൈവമായ കർത്താവിന് സ്തുതി. മനവരതം ദൈവമഹത്വത്തെ
വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാം ഹല്ലേലൂയ ഗീതികളാം സ്വർഗാരോപണമാതാവിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. Now I am ready to visit you for the third time, and I will not be a burden to you, because what I want is not your possessions, but you. After all, children should not have to say not for their parents, but parents for their children. So I will very gladly spend for you everything I have, and spend myself as well. If I love you more, will you love me less? Be that I may, I have not been a burden to you. And crafty fellow that I am, I call you my trickery. Did I exploit you through any of the men I sent to you? I urged Titus to go to you, and I sent our brother with him. Titus did not exploit you, did he? Did you not walk in the same footstep by the same Spirit? Have you been thinking all along that we have been defending ourselves to you? We have been speaking in the sight of God as those in Christ, and everything we do, dear friends, is for your strengthening. For I am afraid that when I come, I may not find you as I want you to be, and you may not find me as you want me to be. I fear that there may be discord, jealousy, fits of rage, selfish ambition, slander, gossip, arrogance, and disorder. I am afraid that when I come again, my God will humble me before you, and I will be grieved over many who have sinned earlier, and have not repented for their impurity, sexual sin, and adultery, in which they have been caught. This is the word of the Lord. Thanks be to God. Hallelujah.
സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഒരു ധനവാനുണ്ടായിരുന്നു. അവൻ ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവൻ്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. അവൻ്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംഭവിച്ചു. ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി. ദൂരെ അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹമേ, എന്നിൽ കനിയണമേ. തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അബ്രാഹം പറഞ്ഞു, മകനെ നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു, ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരങ്ങളുണ്ട്. അവരും പീഡകരുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. അബ്രാഹം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ. ധനവാൻ പറഞ്ഞു, പിതാവായ അബ്രാഹമേ, അങ്ങനെയല്ല. മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുതപിക്കും. അബ്രാഹാം അവനോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പാപത്തെക്കുറിച്ച് അനവധി വ്യാഖ്യാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പല ധ്യാന കേന്ദ്രങ്ങളിലും അതോടൊപ്പം തന്നെ പല വാർഷിക ധ്യാനങ്ങളിലും പാപത്തെക്കുറിച്ച് മനോഹരമായ വ്യാഖ്യാനങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. തത്വശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് സെമിനാരിക്കാർക്ക് ഉണ്ടായൊരു വാർഷിക ധ്യാനത്തിൻ്റെ ഗുരുവായ അച്ഛൻ പറഞ്ഞ ഒരു ഡെഫിനിഷൻ എനിക്ക് ഓർമ്മയുണ്ട്. ഒരുവൻ്റെ ദൂരക്കാഴ്ച നഷ്ടപ്പെടുത്തുന്നതാണ് പാപം. ദൂരേക്ക് കാണാതിരിക്കുന്നതുകൊണ്ട് പലപ്പോഴും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാതെ അന്നന്നത്തെ കാര്യങ്ങളും അന്നന്നത്തെ സംഭവ വിശേഷങ്ങളുമായി ജീവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പാപമെന്ന്. ഇന്ന് ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ വായിച്ചു പോകുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഉയരുന്നൊരു ചോദ്യമാണ്, ഈ ധനവാൻ കാര്യമായിട്ടൊന്നും പാപം ചെയ്തിട്ടില്ല, അവൻ കൽപ്പനകളൊക്കെ ലംഘിച്ചിട്ടില്ല എന്ന് കൃത്യമായതിൽ നിന്ന് മനസ്സിലാവും. അവൻ സാധാരണ ജീവിക്കുന്നത് പോലെ ജീവിച്ചു പോയി. പക്ഷെ ധനവാനെക്കുറിച്ച് ചില വിശേഷണങ്ങൾ ഈ കഥയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അവൻ ചെമന്ന പട്ടുവസ്ത്രങ്ങളുമൊക്കെ അണിഞ്ഞായിരുന്നു ജീവിതം. അതാണ് ധനവാനെക്കുറിച്ചുള്ള വിശേഷണം. ദരിദ്രനെ കുറിച്ച് ചെറിയൊരു വിശേഷണം പറഞ്ഞു പോകുന്നുണ്ട്. അവന് വ്രണങ്ങളുണ്ടായിരുന്നു. അവൻ്റെ വ്രണങ്ങൾ നായ്ക്കൾ നക്കിയിരുന്നു. എന്തെങ്കിലും ഒരു പാപം ധനവാൻ ചെയ്തതായി ഈ ഒരു കഥയിൽ നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. എന്താണ് ധനവാൻ ചെയ്ത തെറ്റ്? അവൻ്റെ മുമ്പിൽ കിടന്ന
ദരിദ്രനായ ലാസറിനെ അവൻ കണ്ടിട്ടും കാണാതെ പോയി എന്നത് മാത്രമാണ് അവൻ്റെ തെറ്റ്. അവൻ്റേതായിട്ടുള്ള ജീവിത സൗകര്യങ്ങൾക്കും ആർഭാടങ്ങൾക്കും മാത്രമായി അവൻ്റെ ജീവിതത്തെ അവൻ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത് മാത്രമാണ് ധനവാൻ ചെയ്തൊരു തെറ്റായി പറയുന്നത്. പക്ഷെ അത് ഗൗരവമേറിയ തെറ്റാണെന്ന് ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു. നിന്റെ ജീവിതത്തിൽ നിനക്ക് ലഭിക്കുന്ന സുഖ സൗകര്യങ്ങൾക്കനുസരിച്ച്, നിന്റെ ആർഭാടങ്ങൾക്കനുസരിച്ച്, നിനക്ക് ലഭിച്ച പണത്തിനനുസരിച്ച് നിന്റെ ജീവിതത്തിൻ്റെ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ചിലപ്പോൾ തെറ്റായി ഭവിക്കുക എന്ന് ക്രിസ്തു കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പലപ്പോഴും നമ്മൾ ചോദിച്ചു പോകാറുണ്ട്, എൻ്റെ കാശ്, ഞാനുണ്ടാക്കിയ കാശ്, അതെനിക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിച്ചുകൂടെ എന്ന് ചിലപ്പോഴെങ്കിലും ചോദിക്കുന്ന മനുഷ്യരുണ്ട്. ദൈവം തരുന്ന സമ്പത്ത് തന്നെയാണ്. പക്ഷെ ആ സമ്പത്ത് നിന്റെ ജീവിതത്തിലേക്ക് ദൈവം വിട്ടുതരുമ്പോൾ നിന്റെ ചുറ്റിലുമുള്ള മനുഷ്യനെ കാണാതെ പോവുകയാണെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ തിന്മയായി ഭവിക്കുമെന്ന് ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു. ദരിദ്രനെ നിന്റെ ജീവിതത്തിൽ കാണാതെ പോയിട്ട് നിന്റെ ജീവിത സൗകര്യങ്ങൾക്കനുസരിച്ച് മാത്രം ജീവിച്ചാൽ അത് തിന്മയാകുമെന്നുള്ളത് യേശു നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു. ധൂർത്ത് അല്ലെങ്കിൽ ആഡംബര ജീവിതമൊക്കെ പാപമായി മാറുന്നതിൻ്റെ അർത്ഥവും ഇത് തന്നെയാണ്. ഇത് സമൂഹത്തിലുമൊക്കെ വ്യാപരിച്ചിട്ടുണ്ട്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വാതന്ത്ര്യദിനമൊക്കെ ആഘോഷിക്കുമ്പോഴും ഇപ്പോഴും 9 കോർപ്പറേറ്റ് മുതലാളിമാരുടെ കയ്യിലാണ് ഇന്ത്യയുടെ സമ്പദ്ഘടന ഇരിക്കുന്നതെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഏകദേശം 80% സാധാരണ മനുഷ്യരുടെ ആസ്തിയാണ് 9 കോർപ്പറേറ്റ് മുതലാളിമാരുടെ കയ്യിൽ ഭാരതത്തിൽ നിലകൊള്ളുന്നത്. അപ്പോൾ തന്നെ പലപ്പോഴും ദാരിദ്ര്യം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ഇതുതന്നെയാണ് കാരണം. ചില മനുഷ്യരുടെ കയ്യിൽ മാത്രമായി സമ്പത്ത് അവശേഷിക്കുകയും ഒരുപാട് ദരിദ്ര നാരായണന്മാരുണ്ടാകുകയും ചെയ്യുന്നു. ദാരിദ്ര്യം എന്ന് പറയുന്നത് ദൈവസൃഷ്ടിയല്ല, മനുഷ്യൻ്റെ സൃഷ്ടിയാണ്. മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ദാരിദ്ര്യമാണ്. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, ദരിദ്രം എപ്പോഴും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. കാരണം അത് മനുഷ്യനുണ്ടാക്കുന്നതാണ്. ഈ അടുത്തിടെ പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മളൊക്കെ വായിച്ചു പോയിട്ടുണ്ടാകും, ബോളിവുഡ് നടൻ ബ്രാഡ് പിറ്റ് തൻ്റെ ഭാര്യയ്ക്ക് സമ്മാനിച്ചത് 60 കോടിയുടെ ഒരു സാരിയാണ്. തൻ്റെ ഭാര്യയ്ക്ക് എന്ത് സമ്മാനം കൊടുക്കണമെന്ന് ആ ഭർത്താവിനെ തീരുമാനിച്ചൂടെ എന്ന് ചിലപ്പോൾ നമുക്ക് ചോദിച്ചു പോയേക്കാം. പക്ഷേ അത്രയ്ക്കും വേണമായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. നിന്റെ ചുറ്റിലും ഒരുപാട് വേദനിക്കുന്ന ദരിദ്രരായ മനുഷ്യരുണ്ടാകുമ്പോൾ നിന്റെ കൂടെ താമസിക്കുന്ന നിന്റെ ഭാര്യയ്ക്ക് അത്രമാത്രം 60 കോടിയുടെ ഒരു ഡ്രസ്സ് എടുത്തു കൊടുത്താൽ അതിന് എന്ത് മേന്മയാണുള്ളത് എന്നാണ് ക്രിസ്തു ചോദിക്കുക. നിന്റെ ജീവിതത്തിൽ നീ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്റെ പാവപ്പെട്ടവനെ നീ മറന്നുകൊണ്ട് നീ ചെയ്യുന്ന ഒരുപാട് ആഡംബര ജീവിതങ്ങളൊക്കെ നിന്റെ ജീവിതത്തിൽ തിന്മയായി ഭവിക്കുമെന്ന് ഈശോനാഥൻ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു. ഗൗരവത്തോടെ കാണേണ്ട ഒരു രീതി തന്നെയാണ്. കുറേ അധികം പേർ ആഡംബരത്തോടെ ജീവിക്കുന്നു, പക്ഷെ അതിലേറെ പേർ ദാരിദ്ര്യത്തിൽ ജീവിക്കുമ്പോൾ അത് ഗൗരവമേറിയ ഒരു തിന്മ തന്നെയാണ്. ഇത് തിരുത്താനുള്ളൊരു അവസരം നമുക്കൊക്കെ ഉണ്ടാകേണ്ടതുണ്ട്. പലപ്പോഴും മരിക്കുമ്പോൾ പോലും ആഘോഷങ്ങളും ആർഭാടങ്ങളും ചെയ്യുന്ന ഒരുപാട് മനുഷ്യരെ നമ്മൾ കണ്ടുമുട്ടും. ഈവൻ മാനേജ്മെൻറ്റുകാർ വന്ന് പൂക്കൾ സെറ്റ് ചെയ്ത് ഒരേ സാരിയിലും ഭാവത്തിലും മനോഹരമായി ചിട്ടപ്പെടുത്തിയ മനോഹരമായ ആഡംബരമുള്ള ചില ശവസംസ്കാരങ്ങളൊക്കെ ഇപ്പോൾ ഈ കൊറോണ വന്നപ്പോൾ നിന്നുപോയി. പല വിവാഹ ധൂർത്തുകളുമൊക്കെ ഇല്ലാതായി. ഒരുപാട് ധൂർത്തുകൾക്കൊക്കെ അറുതി വന്നുകൊണ്ട് കോവിഡ് നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. മരണമൊക്കെ എല്ലാവർക്കും തുല്യമാണ്. ധനികനും പാവപ്പെട്ടവനുമൊക്കെ മരണം ഒന്ന് തന്നെയാണ്. അതിനുശേഷമുള്ള ജീവിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഈശോ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു. 2 തരത്തിലുള്ള ജീവിതമാണ്, ഭൂമിയിലുള്ള ജീവിതവും അതിനുശേഷം അതിനേക്കാൾ മഹത്തരമായ ഒരു ജീവിതവും.
ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. ദൂരേക്ക് കാഴ്ചകളുണ്ടാകണമെന്ന് ക്രിസ്തു നമ്മെ ഈ കഥയിലൂടെ പറഞ്ഞു തരികയാണ്. ലാസറിൻ്റെ മരണത്തിൽ നമുക്കറിയാം, അവൻ്റെ മരണത്തിന് ശേഷം അവൻ സ്വർഗത്തിലേക്ക് പോകുന്നു. സൗഭാഗ്യങ്ങളുടെ ഒരു വലിയ പറുദീസായിലേക്ക് തന്നെ അവൻ പോകുന്നു. പക്ഷേ ഈ ഭൂമിയിൽ ഏറ്റവും മനോഹരമായി ആഡംബരമായി ജീവിച്ച ധനികൻ ചെന്നുപെടുന്നത് നരകത്തിലേക്കാണ്. നരകമെന്നൊരു യാഥാർത്ഥ്യമുണ്ട് എന്നുകൂടി ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും നരകമുണ്ടോ സ്വർഗമുണ്ടോ എന്നൊക്കെ പലപ്പോഴും അവിശ്വാസികളുമൊക്കെ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മളെങ്കിലും അറിയാതെ തന്നെ ചോദിക്കാറുണ്ട്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ? പക്ഷേ കൃത്യമായി നമ്മുടെ സുവിശേഷത്തിൽ പറഞ്ഞു വയ്ക്കുന്നു, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. അതിനെ നരകമെന്ന് തന്നെയാണ് വിളിക്കുന്നത്. ചിലപ്പോഴെങ്കിലും നമ്മൾ പറഞ്ഞു പോകാറുണ്ട്, നരകവും സ്വർഗവും ഒക്കെ ഭൂമിയിൽ തന്നെയാണ്. പക്ഷെ നരകമെന്ന യാഥാർത്ഥ്യം എന്താണ്? ഒന്നാമത്തെ നരകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡെഫിനിഷനായി പറയുന്നത്, നരകമെന്ന് പറയുന്നത് ഏകാന്തതയാണ്. ഒറ്റയ്ക്കായിരിക്കുന്ന അവസ്ഥയാണ് നരകമെന്ന് പറയുന്നത്. ആരോരുമില്ലാതെ വായിൽ വെള്ളം തൊട്ട് തരാൻ പോലും ഇല്ലാത്ത ഒരവസ്ഥയെക്കുറിച്ചാണ് നരകത്തെക്കുറിച്ച് ഇന്നത്തെ കഥയിൽ പറയുക. അതുകൊണ്ടാണ് ധനികനായ മനുഷ്യൻ പറയുന്നത്, ലാസറിനെ കൊണ്ട് എൻ്റെ നാവിൽ ഒരു തുള്ളി വെള്ളമെങ്കിലും തൊട്ടു തരാൻ നീ അനുവദിക്കണമെന്ന്. ഏകാന്തതയുടെ ഒരു വലിയ നെരിപ്പോടിൽ കിടന്ന് ഉളറുന്നതാണ് യഥാർത്ഥത്തിൽ നരകമെന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രത്യേകത സ്വർഗം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ദരിദ്രനായ ലാസർ സ്വർഗത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുമ്പോൾ അങ്ങകലെ ഒരു ഗർത്തത്തിൻ്റെ അപ്പുറത്ത് ധനവാൻ ലാസർ സുഖിക്കുന്നതായി കാണുന്നു. തനിക്ക് നരകവും അപ്പുറത്ത് ലാസറിന് സൗഭാഗ്യങ്ങളും. അങ്ങനെ സ്വർഗം നഷ്ടപ്പെടുന്ന അനുഭവങ്ങളാണ് യഥാർത്ഥത്തിൽ നരകമെന്ന് പറയുന്നത്. മറ്റുള്ളവരൊക്കെ സുഖമായി ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്കിതൊന്നുമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത് നരകമാണ്. മൂന്നാമത്തെ പ്രത്യേകത, നരകത്തിൽ മാനസാന്തരം സാധ്യമല്ല. നമുക്കൊരിക്കലും നരകത്തിൽ പോയി സാധാരണ ചിന്തിക്കും 60 വയസ്സൊക്കെ കഴിഞ്ഞ് നമുക്ക് പള്ളിയിലേക്കൊക്കെ തുടർച്ചയായി പോവാം, അതുവരെയൊക്കെ അത്യാവശ്യത്തിനൊക്കെ ജീവിതം അടിച്ചു പൊളിച്ചൊക്കെ ജീവിക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ ഇംഗ്ലീഷുകാരൊക്കെ ചെയ്യുന്നത് പോലെ 60-65 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭക്തമാർഗത്തിലേക്ക് പ്രവേശിക്കാം. പക്ഷെ പലപ്പോഴും 60-65 വയസ്സും തികയാതെ ഒരുപാട് പേർ ഇപ്പോൾ മരിച്ചു പോകുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇംഗ്ലീഷുകാരെ പറ്റി നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അവർക്ക് കൂടുതൽ ആയുസ്സുണ്ട്. അവർ 90-100, 105 വരെയൊക്കെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ജീവിച്ചു പോകുന്നവരാണ്. പക്ഷേ ഭാരതത്തിലുള്ളവർക്ക് അത്രമാത്രം ആയുസ്സില്ല എന്നുകൂടി ഈ സമയത്ത് ഓർക്കുന്നത് നല്ലതാണ്. മാനസാന്തരത്തിനൊരു സാധ്യതയില്ലാത്തൊരു സ്ഥലമാണ് നരകം. അതുകൊണ്ടാണ് ധനവാൻ ചോദിക്കുന്നുണ്ട്, ലാസറിനെ ഒന്ന് പറഞ്ഞയക്കണം. ലാസറിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഭൂമിയിലുള്ള മനുഷ്യർക്കൊന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവിടെ 5 സഹോദരങ്ങളുണ്ട്, അവരെങ്കിലും നന്നായി ജീവിച്ചു കൊള്ളും. അപ്പോൾ ദൈവം പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. അവർക്ക് മോശയും പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി എനിക്കൊന്നും പറയാനില്ല. വചനത്തിനനുസരിച്ച് അല്ലെങ്കിൽ മോശയിലൂടെയും പ്രവാചകന്മാരിലൂടെയും അരുൾ ചെയ്ത വാഗ്ദാനങ്ങൾക്ക് വിപരീതമായി എനിക്കൊന്നും തന്നെ പറയാനില്ല എന്നാണ് പറഞ്ഞത്. ഭൂമിയിലായിരിക്കുമ്പോൾ നിനക്ക് ഒരുപാട് ഉപദേശങ്ങളും അതോടൊപ്പം തന്നെ ധ്യാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാത്ത മനുഷ്യർക്ക് പിന്നീട് നരകത്തിൽ നിന്നോ സ്വർഗത്തിൽ നിന്നോ ഒരാൾ പോയി അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ സ്വർഗമെന്നത് പറയുന്നത് സൗഭാഗ്യമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് മരണശേഷം മാനസാന്തരപ്പെടാം, അല്ലെങ്കിൽ നരകത്തിൽ പോയി നമുക്ക് മാനസാന്തരപ്പെടാം എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു സാധ്യതയുമില്ലെന്നാണ് ഈശോ നമ്മെ ഒത്തിരിയും ഓർമ്മപ്പെടുത്തുക. നമുക്ക് ഈ നരകത്തിൻ്റെ പ്രത്യേകതകളെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ ധനവാൻ ചെയ്ത ഒരു വലിയ പാപത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷണം
നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അവൻ ആകെ കൂടി ചെയ്തത് ചെയ്യാമായിരുന്ന നന്മ അവൻ ചെയ്തില്ല. നമ്മൾ പലപ്പോഴും കൽപ്പനകൾ പാലിക്കുന്നവരാണ്, എല്ലാ ആഴ്ചയും പള്ളിയിൽ പോകുന്നവരാണ്, ഒരുപാട് ഭക്തകൃത്യങ്ങളിലൂടെയൊക്കെ നമ്മൾ പോകുന്നവരാണ്. പക്ഷെ നിൻ്റെ ജീവിതത്തിൽ കൽപ്പനകൾ പാലിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്യാമായിരുന്ന ഒരുപാട് നന്മകൾ നിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടും അതിലേക്കൊന്നും എത്തി നോക്കാതെ ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല എന്ന് ചിന്തിച്ച് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ പാപമെന്ന് ഈശോ നമ്മളോട് പറഞ്ഞു വെക്കുന്നു. നിന്റെ ജീവിതത്തിൽ നിന്നെ ബാധിക്കുന്നതല്ലെന്ന് വിചാരിച്ച് പലപ്പോഴും നന്മകൾ കണ്ടിട്ടും അതിലേക്കൊന്നും ഇടപെടാതെ ആ നന്മകളൊന്നും ചെയ്യാതെ മുന്നോട്ട് പോകുന്നത് ഒരു പാപമാണെന്ന് ഈശോനാഥൻ നമ്മോരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് മാത്രം മറ്റുള്ളവരെ വിളിക്കുന്ന രീതിയാണ് ധനവാൻ ചെയ്യുക. നരകത്തിലെത്തിയപ്പോൾ ഭൂമിയിൽ കാണാത്ത പല കാര്യങ്ങളും ധനവാൻ കാണുന്നുണ്ട്. ഭൂമിയിലായിരുന്നപ്പോൾ ലാസറിനെ അവൻ കണ്ടിട്ടും കാണാതെ പോയി. പക്ഷെ നരകത്തിലെത്തിയപ്പോൾ അവൻ ലാസറിനെ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ കണ്ടിട്ടും കാണാതെ പോകുന്ന പല കാര്യങ്ങളും ജീവിതത്തിൻ്റെ അന്ത്യത്തിലാണ് പലപ്പോഴും നമ്മൾ കണ്ടുമുട്ടുക. ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം നിലവിളിക്കുന്ന, അല്ലെങ്കിൽ ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ സ്വാർത്ഥർ എന്ന് പറയുന്നത്. എൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രം ഒരുവനെ വിളിക്കുക. ഭൂമിയിലായിരിക്കുമ്പോൾ അവൻ്റെ വീടിൻ്റെ മുമ്പിലായിരിക്കുന്ന ലാസറിനെ ദിവസങ്ങളോളം വർഷങ്ങളോളം ഉണ്ടായിട്ടും അവൻ കണ്ടില്ല. പക്ഷേ നരകത്തിലെത്തിയപ്പോൾ ലാസറിൻ്റെ ആവശ്യമുണ്ടാകുന്നു, അവനെ വിളിക്കുന്നു, അവനെ മാത്രമേ വിളിക്കുന്നുള്ളൂ. ഇത് സ്വാർത്ഥതയുടെ ലക്ഷണമാണ്. ആവശ്യം വരുമ്പോൾ മാത്രം ഒരുവനെയോ ഒരുവളെയോ വിളിക്കുന്ന രീതി. നമുക്ക് ആത്മാർത്ഥമായി ചിന്തിക്കാം. നമ്മുടെ മനസ്സിൽ ചെയ്യാമായിരുന്ന ഒരുപാട് നന്മകൾ നമ്മൾ കണ്ടിട്ടും കാണാതെ പോയിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് മാപ്പപേക്ഷിച്ചുകൊണ്ട് നന്മയിലേക്ക് വഴി തുറക്കുന്ന ലാസറിൻ്റെ ഒരു മനോഭാവത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും കടന്നു വരാം. 44 ഉപമകളുണ്ടായിട്ടും അതിൽ ഒരു ഉപമയിൽ മാത്രമാണ് ഒരു വ്യക്തിയുടെ പേര് ക്രിസ്തു പറഞ്ഞു വെക്കുന്നത്. മറ്റൊരു ഉപമകളിലും ഒരു ആളുടെ പേര് പോലും പരാമർശിക്കുന്നില്ല. ദരിദ്രനായ മനുഷ്യന് മാത്രമേ അഡ്രസ്സുള്ളൂ എന്ന് ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു ഉപമകളിലും പേര് പറയാത്ത ക്രിസ്തു നമ്മളോടും പറയുന്നത്, നീ ലാസറിൻ്റെ മനോഭാവത്തിൽ പരാതികളൊന്നുമില്ലാതെ നിൻ്റെ ജീവിതത്തിൽ സഹനങ്ങളുണ്ടാകുമ്പോൾ അത് സന്തോഷപൂർവ്വം സ്വീകരിച്ച് ദൂരക്കാഴ്ചകളുമായി സ്വർഗത്തിൻ്റെ ഒരു വലിയ കാഴ്ചയുമായി നിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സഭയെടുത്ത് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിയുന്നത് പങ്കാളികളുമാകാനുള്ള സന്മനസ്സ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. എന്റെ ആദർശങ്ങളോട് സത്യസഭയെ ധീരമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവ് ഫലപ്രദമായ മേൽരാജ് ബിഷപ്പ് ജോർജ് രണ്ടാമത്തായെയും ഞങ്ങളുടെ പിതാവ് നിർദ്ദേശമായ ബോസ്കോ മെത്രാനെയും മറ്റുള്ള മെത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വിവിധ സഭകൾ തമ്മിൽ ധാരണയും ഐക്യവും വളർത്തി ഏകസത്യ വിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവരാജ്യത്തിന് സാക്ഷികളായി തീർന്ന് വിശ്വാസി ലോകത്തിൽ അംഗീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നാമയോരോരുത്തരെയും പിതാവിനോട് വയസ്സാകാൻ സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അനുഗ്രഹീതയും കൃപാവരപൂർണയുമായ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. സ്വർഗാരോപതിയായ മറിയത്തിൻ്റെ പ്രാർത്ഥനകൾ ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുള്ള സഹായവും സംരക്ഷണവുമായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയെപ്പോലെ ഞങ്ങളും സദാ സ്വർഗീയ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനും നിത്യമഹത്വം പ്രാപിക്കുവാനും അനുഗ്രഹിക്കണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ജഗത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാ സമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ദൃഢമായി ശരണപ്പെട്ടു. പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കലുണ്ടാകട്ടെ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യമദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കും മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടി ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീബായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈനികവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ശരത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പത്രസ്മാരമിത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെ ഓർമ്മയയച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ വിശാല സ്നേഹവിശ്വാസവുമായ എല്ലാ ഭരണാക്കളെയും സത്യവിശ്വാസവും വച്ച് ഈ ലോകത്തിൽ വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവാൻ വിശാലകൃത്യമായ ഈ ബലി നമുക്ക് സാരത്തിനശയ്ക്കും സ്വർഗ്ഗത്തിൽ ജീവനും കാരണമാവട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ
എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരേ, സ്നേഹത്തിൽ ഞങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും വർദ്ധാത്തൊരു ശാസ്ത്രം കൂടെ കർത്താവിന് നന്ദി പറയുകയും അടുത്ത വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോടെ നിന്ന് എവിടെ അനുഷ്ഠിക്കുന്നതായി സുരക്ഷിതീക്ഷിക്കുകയും ഭയഭക്തിമാരസനം ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാതൃസമായി സമാധാനം സമൃദ്ധമായി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി നിശബ്ദരായി ഏകാന്തരും ഭക്തിയിലും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. ദൈവപിതാവിൻ സ്നേഹമതും കൃപാതൻ സഹവാസവുമീ നമ്മോട് ഉണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. ചരാചരകർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായി അങ്ങേക്ക് ഞങ്ങൾ ഓശാന ഗീതികൾ ആലപിക്കുന്നു. Hosanna, Hosanna, Hosanna.
കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് പരിപൂർണ മനുഷ്യനായി കന്യകാമറിയത്തിൽ നിന്ന് ജാതനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസരങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ
മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ ബോസ്കോ പിതാവിന് വേണ്ടി, പരിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി, പുരോഹിതന്മാർ, സന്യാസികൾ, അൽമായ പ്രേക്ഷിതർ, വചന പ്രഘോഷകർ, മിഷണറിമാർ എന്നിവർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി, ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ പിരിഞ്ഞു പോയ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട മരിച്ചവർക്ക് വേണ്ടിയും, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തു നിൽക്കുന്ന ഈ ദൈവ സമൂഹത്തിന് വേണ്ടിയും, ഓരോരുത്തരുടെയും ഇന്നത്തെ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടി, അയോഗ്യനും പാപിയും ബലഹീനനുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. സിംഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. സിംഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. നിങ്ങൾ ശബ്ദരായി ആദരവും പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോട് കൂടെ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ അതിർത്തികൾ കാക്കുന്ന എല്ലാ ജവാന്മാരെയും, അതോടൊപ്പം തന്നെ ഭാരതത്തെ നയിക്കുന്ന ഭരണാധികാരികളെയും എല്ലാം ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപകളിലൂടെ ഏറ്റവും നല്ല രീതിയിൽ ഭാരതത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഭരണാധിപന്മാർക്ക് ശക്തി ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് തലകുനിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായി, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വിശിഷ്യ പരിശുദ്ധ കത്തോലിക്ക സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവകവും ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് കരുണ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരും അശുദ്ധരുമാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായി അങ്ങേയ്ക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല,
പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷയുടെ അമൂല്യമായ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാനം സമീപിക്കാം. അവനാഥത്തോടെ അവനാഥം ബന്ധിഞ്ഞുകൊണ്ടും പാവങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരത്തെയോട് ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സാധനയെ അവനായ ദൈവത്തോട് കൃപയും ഭാവനയെ യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിനങ്ങളും കളങ്കവും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുവിന്റെ ദേശത്ത് നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കുർബാന സ്വീകരിക്കുകയും പത്രികപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പയുടെ വാക്യത്തോടുകൂടെ നിഗ്രഹങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഏൽപ്പിനും ആത്മാഗ്രഹിക്കുകയും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ, എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏക പിതാവ് പരിശുദ്ധനാകുന്നു, ഏക പുത്രൻ പരിശുദ്ധനാകുന്നു, ഏക റൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുമേ. മദ്ബഹയിൽ ബലിയർപ്പിക്കപ്പെടുന്ന ദൈവത്തിന്റെ ജീവനുള്ള കുഞ്ഞാടിന് ചുറ്റും നമ്മോടൊപ്പം സ്വർഗീയ സൈന്യങ്ങൾ നിലകൊള്ളുന്നു. മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുകയും അവിടുത്തേക്ക് ഹല്ലേലൂയ പാടുകയും ചെയ്യാം. വിജയിപ്പിക്കുന്ന കർത്താവീശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സർവ്വധർമ്മ വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ ഞങ്ങളെ ക്ഷണിക്കുന്നു.
ആത്മശരീരങ്ങളോടെ സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ പരിശുദ്ധ കന്യകാമറിയത്തിന് കൃപ നൽകിയ ദൈവമേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. നിത്യസൗഭാഗ്യത്തിൻ്റെ ഉറവിടവും ആചാരവുമായ ഈ കുർബാനയിൽ പങ്കുചേരുവാൻ അങ്ങ് ഞങ്ങളെ കൃപാപൂർവം യോഗ്യരാക്കിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനും ജീവദാതാവുമായ മിശിഹായെ, സകലത്തെയും പൗത്രീകരിക്കുന്ന നിന്റെ അമൂല്യമായ ശരീരരക്തങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് നൽകി. ഈ ദിവ്യ രഹസ്യങ്ങൾ സ്വീകരിച്ച ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിൻ്റെ മഹത്വത്തിന് അർഹമാകട്ടെ. അവർണ്ണനീയമായ ദിവ്യദാനത്തെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവൊടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാമിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എൻ്റെ തൻപാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നെന്നും. ജീവൻ നൽകും ദൈവികമാ ശക്തിയേഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിരച്ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമൂലിയും കരുണുകൂട. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷിക്ത കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വലിയേറിയ തിരുരക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങയുടെ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റണമേ. വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിനത്തെ സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ.
വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. തുടർന്ന് പരിശുദ്ധ